കോട്ടയം നഗരസഭയിലെ പെൻഷൻ തട്ടിപ്പ് കേസിൽ പ്രതി അഖിൽ സി വർഗീസ് ഒടുവിൽ പിടിയിൽ. കേസെടുത്ത് ഒരു വർഷത്തിന് ശേഷം കൊല്ലത്തെ ലോഡ്ജിൽ നിന്നാണ് പിടിയിലായത്. അഖിലിന്റെ അറസ്റ്റ് വിജിലൻസ് രേഖപ്പെടുത്തി പെൻഷൻ ഫണ്ട് അമ്മയുടെ അക്കൗണ്ടിലേക്ക് മാറ്റി. പ്രതി 2.39 കോടി രൂപ തട്ടിയെന്നാണ് കേസ്. ജോസി ബാബു വിവരങ്ങൾ നൽകാനായി ചേരുന്നു. ജോസി, ഒരു വർഷത്തോളമായി പ്രതിക്കായുള്ള അന്വേഷണം പുരോഗമിക്കുകയായിരുന്നു. ഇപ്പോൾ പിടിയിലായിരിക്കുന്നു. എങ്ങനെയായിരുന്നു അന്വേഷണ സംഘത്തിന്റെ നീക്കം? പ്രതിയിലേക്ക് എങ്ങനെയാണ് അന്വേഷണ സംഘം എത്തിയത്? അനീഷ, ഒട്ടേറെ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയ സംഭവമായിരുന്നു കോട്ടയം നഗരസഭയിലെ പെൻഷൻ തട്ടിപ്പ്. ഈ തട്ടിപ്പ് കേസിലെയാണ് പ്രതിയാണ് ഇപ്പോൾ ഒരു വർഷത്തിന് ശേഷം വിജിലൻസിന്റെ പിടിയിലായിരിക്കുന്നത്. കൊല്ലം സ്വദേശിയായ അഖിൽ സി വർഗീസിനെ കൊല്ലം വിമൻസ് കോളേജിന് സമീപമുള്ള കൈലാസ് എന്ന ലോഡ്ജിൽ ഒളിവിൽ താമസിക്കുന്നതിനിടെയാണ് വിജിലൻസ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. ആദ്യം കോട്ടയം വെസ്റ്റ് പോലീസും പിന്നീട് ജില്ലാ ക്രൈംബ്രാഞ്ചും അന്വേഷിച്ച കേസ് ഈ വർഷം തുടക്കത്തിലാണ് വിജിലൻസിന്റെ കൈകളിലേക്ക് എത്തിയത്. വിജിലൻസ് ഈ കേസിൽ നിരന്തരമായ അന്വേഷണം നടത്തുകയും പ്രതിയെ സംബന്ധിച്ച് പല നിർണായക വിവരങ്ങൾ ലഭിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ പ്രതിയെ പിടികൂടുന്നതിന് ഒട്ടേറെ സാങ്കേതികമായ തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ പ്രതിയെ പിടികൂടിയിരിക്കുന്നത്. കോട്ടയം നഗരസഭയിൽ 2020 മുതൽ 2023 വരെ ജോലി ചെയ്തിരുന്ന സമയത്ത് ക്ലർക്കായിരുന്ന അഖിൽ സി വർഗീസ് അമ്മയുടെ അക്കൗണ്ടിലേക്ക് നഗരസഭയുടെ പെൻഷൻ തുക മാറ്റി 2.39 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയെന്നതാണ് കേസ്. ഈ പണം ആഡംബര ജീവിതത്തിനാണ് പ്രതി ഉപയോഗിച്ചതെന്നും പ്രാഥമികമായ ചോദ്യം ചെയ്യലിൽ പ്രതി സമ്മതിച്ചിട്ടുണ്ട്. ഇയാളുടെ ബന്ധുക്കളും അടുത്ത സുഹൃത്തുക്കളും അടക്കം ഏറെ നാളായി അന്വേഷണ സംഘത്തിന്റെ നിരീക്ഷണത്തിലായിരുന്നു. പക്ഷേ ഇയാൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കാതെയാണ് ഇത്രയും നാൾ കഴിച്ചുകൂട്ടിയിരുന്നതെന്നാണ് പോലീസ് പറയുന്നത്. ഇയാൾ പണമായി തന്നെ കൈവശം വെക്കുകയും പണം നേരിട്ടുള്ള വിനിമയം മാത്രമാണ് ലോഡ്ജുകളിലും അതോടൊപ്പം സാധന സാമഗ്രികൾ വാങ്ങുന്നതിനുമൊക്കെ ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഇയാളുടെ ആ നിലയ്ക്ക് ഇയാളുടെ സാമ്പത്തിക ഇടപാടുകൾ, മൊബൈൽ ഫോണോ മറ്റോ ഉപയോഗിച്ചുള്ള ഇടപാടുകൾ, ബാങ്ക് ഇടപാടുകളൊന്നും കണ്ടെത്താനോ ഒന്നും പോലീസിന് കഴിഞ്ഞിരുന്നില്ല. നേരത്തെ തന്നെ ഈ കേസിൽ ഉൾപ്പെട്ട സ്ഥിതിക്ക് ഇയാളെ അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്യുകയും ചെയ്തിരുന്നു. ഏറ്റവും ഒടുവിൽ ചില സൂചനകളുടെ അടിസ്ഥാനത്തിലാണ് ലോഡ്ജിൽ നിന്നും ഇയാളെ അറസ്റ്റ് ചെയ്യുന്നത്. കൊല്ലത്തെ ഡാൻസ് സ്റ്റാഫ് ടീമിന്റെ പിന്തുണയും കോട്ടയം വിജിലൻസിന് ലഭിച്ചിട്ടുണ്ട്. എന്തായാലും വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം അല്പസമയത്തിനകം കോട്ടയം വിജിലൻസ് കോടതിയിൽ പ്രതിയെ ഹാജരാക്കും. ഇന്നോ നാളെയോ തന്നെ ഇയാൾക്ക് വേണ്ടി കസ്റ്റഡി അപേക്ഷയും നൽകുമെന്നാണ് വിജിലൻസ് സംഘം അറിയിക്കുന്നത്.